ഇവിടെ LDFിൻ്റെയും UDFിൻ്റെയും മതപ്രീണനം ഒരു വലിയ ഘടകമാണ് കേരളത്തിൽ BJP വളരാൻ വേണ്ടി. അത് ഹമാസ് എന്ന് പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷനെ വെള്ളപൂശുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ രാജ്യം ആര് ഭരിക്കും ആര് ഭരിക്കില്ല എന്നുള്ളതാണ് പലരുടെയും ചർച്ച. നാളെ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവാണ്. ജൂൺ 4 നമുക്കിതൊക്കെ അറിയാം. എന്നിരുന്നാലും നമുക്ക് ആര് ഭരിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആര് ഭരിച്ചാലും ഘടകകക്ഷികളെല്ലാം കൂടെ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യം കുട്ടിച്ചോറാക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ടല്ലോ. കടിപിടി കൂടി ഓരോരുത്തർക്കും ഓരോ ആശയമാണ്. ഇവരെല്ലാം കൂടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഈ രാജ്യം ഏതോ പിന്നിലേക്ക് വരും. കോൺഗ്രസ് ആയാലും BJP ആയാലും അധികാരത്തിൽ വരുമ്പോൾ കൃത്യമായ രീതിയിലൊരു ഭൂരിപക്ഷം അവർക്ക് വേണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഭരണം നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ആർക്കും ആ കാര്യത്തിലുള്ള സംശയം വേണ്ട. ഇനി BJP പറ്റി പറയാം. ഇപ്പം ആകെ കൂടി 2 പാർട്ടികളാണ് നാഷണൽ പാർട്ടി എന്ന് പറയുമ്പോൾ. ഒന്ന് കോൺഗ്രസ്, 2 BJP ആണ്. ഇവർ രണ്ടും 2 സഖ്യമായിട്ടാണ് നിൽക്കുന്നത്. ഇന്ത്യ സഖ്യം, അതുപോലെ NDA സഖ്യം. അപ്പോൾ BJP പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ BJP ഒരു ഹിന്ദു പാർട്ടിയാണ്. ഹിന്ദു വർഗീയത പലപ്പോഴും അവർ പറയാറുണ്ട്. കൃത്യമായ രീതിയിൽ ഹിന്ദു ഐഡിയോളജിയാണ് ആ പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലെന്ന് കരുതുന്നു. ഇനി കോൺഗ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ അവരൊരു മുസ്ലിം പ്രീണന പാർട്ടിയാണ്. ഇവിടെ പലരും മതേതര പാർട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. മുസ്ലിം പ്രീണന പാർട്ടിയാണ്. LDF ആയാലും UDF ആയാലും കേരളത്തിൽ BJP വളർത്തുന്ന ഇവർ രണ്ടുപേരുമാണ്. ഇവർ രണ്ടുപേരും കൂടെ ഇപ്പം മതങ്ങളെ കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ കാണാതെ പ്രീണനം നടത്തുന്നതിൻ്റെ വലിയ പ്രശ്നങ്ങളാണ് ഇന്ന് കേരളത്തിൽ BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിപ്പോൾ തൃശ്ശൂരായാലും തിരുവനന്തപുരം ആയാലും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനായാലും ഇപ്പം പലരും പറയുന്നത് പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം നടക്കുന്നു. ആരാണ് BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുത്തതെന്ന് പറഞ്ഞാൽ കൃത്യമായി പറയാൻ പറ്റും. കേരളത്തിൽ LDF UDF ഇവരുടെ പ്രീണനമാണ് ഇതിൻ്റെ എല്ലാ കാരണം. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു ഈ ഇലക്ഷനിൽ BJPക്കെതിരെ ഉള്ള വലിയ ആയുധങ്ങളിൽ ഒന്നായിരുന്നു അഗ്നിപഥ് എന്ന് പറയുന്നത്. എവിടെയും ആരും അത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല. ആ കൂടി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ആ സ്റ്റേറ്റ്മെന്റ് പിന്നാലെയാണ് എല്ലാവരും പോകുന്നത്. മുസ്ലിം സമൂഹത്തിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അവരുടെ പാർട്ടിയുടെ ഐഡിയോളജി വെച്ച് അവർ സ്റ്റേറ്റ്മെന്റ് നടത്തും. അതിന് പിന്നാലെയാണ് എല്ലാവരും ഇപ്പോൾ പുറകിന് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, പ്രധാനമന്ത്രി എവിടെ വന്ന് സംസാരിക്കുമ്പോഴും കൃത്യമായ രീതിയിൽ അത് എഴുതി ചിട്ടപ്പെടുത്തിയ രീതിയിലാണ് അത് വായിക്കുന്നത്. അപ്പം അതിന് മുന്നിൽ പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഒരു മോണിറ്റർ ഉണ്ട്. അത് നോക്കിയാണ് പ്രധാനമന്ത്രി വായിക്കുന്നത്. അതിനർത്ഥം പ്രധാനമന്ത്രി കൃത്യമായി ടാർഗറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് അവർ പറയേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അവിടെ അവർ പറഞ്ഞതിന് പിന്നാലെയാണ് രാജ്യത്തെ മീഡിയ, രാജ്യത്തെ പ്രതിപക്ഷങ്ങൾ എല്ലാവരും അവരുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. അവരുടെ അജണ്ടയ്ക്ക് പിന്നാലെ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ മീഡിയ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം. അത് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയം മുഴുവൻ അത് വേസ്റ്റ് ആക്കി കളഞ്ഞു. എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് BJPക്കെതിരെയുള്ള വലിയ ആയുധങ്ങളിൽ ഒന്നായ അഗ്നിപഥ്, ഇപ്പം ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ ഈ കുട്ടികൾക്കൊക്കെ 4 വർഷത്തേക്ക് സർവീസാക്കി മാറ്റിയിട്ടുണ്ട്. അഗ്നിപഥ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം, അഗ്നിവീർ എന്ന് പറയുന്ന ഒരു സ്കീമിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ പോലും എത്രയോ ചെറുപ്പക്കാരാണ് ആർമിയിൽ ജോലി കിട്ടാൻ വേണ്ടി കാത്തിരുന്നതെന്നറിയോ? എത്രയോ ചെറുപ്പക്കാർ കാത്തിരുന്നു. അവർക്കുള്ള സ്പേസ് ഇല്ലാതായിപ്പോയി. അപ്പോൾ അവരുടെ വോട്ടെന്ന് പോലും വലിയ വോട്ടാണ് ഇന്ത്യയിൽ. ഇപ്പം മധ്യപ്രദേശായാലും രാജസ്ഥാനായാലും പഞ്ചാബൊക്കെ ആർമി എന്നുള്ള രീതിയിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളിലൊന്നും കേരളത്തിൽ ഉൾപ്പെടെയൊന്നും അഗ്നിപഥിനെ പറ്റി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. ഇപ്പം എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരെല്ലാം ആർമിയിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 18 വയസ്സിൽ ഒരു പെർമനന്റ് ജോബ്, അല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായ സാലറി, അത്യാവശ്യം നല്ല പേ, ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ അതെല്ലാം പോയപ്പോഴത്തേനും അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. കൃത്യമായി കേരളത്തിലെ അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള ഈ പ്രതിപക്ഷ കക്ഷികളൊന്നും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആരും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ഇനി BJPയുടെ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ രാമക്ഷേത്രം, അതൊരു പോസിറ്റീവാണ്. ഇപ്പോൾ കേരളത്തിൽ പോലും അത് പോസിറ്റീവായിട്ട് പലയിടത്തും വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ രാമക്ഷേത്രം എന്നുള്ളത് വലിയ രീതിയിൽ BJPക്ക് അനുകൂലമായ ഒരു ഘടകമാണ്. 2, ഈ ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്തൊരു കേസുണ്ട് കാശ്മീർ. ഇപ്പം തീവ്രവാദം ഇല്ലാതായി, അവിടെ കല്ലെറിയുന്ന ആൾക്കാരില്ലാതായി, കാശ്മീർ ശാന്തമായി. നമ്മൾ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ വരെ പല പരിപാടിയുടെയും സമാപനം കാശ്മീരിൽ കൊണ്ടുവരുന്നു. അവർ ഐസ് വാരി എറിയുന്നു, അല്ലെങ്കിൽ അവിടെ ടൂറിസം വരുന്നു. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം രാജ്യത്ത് നമ്മൾ സേഫ്റ്റി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ടെററിസ്റ്റുകളൊക്കെ വന്നിട്ട് രാജ്യത്തിനുള്ളിൽ ആക്രമണം നടത്തുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം സേഫ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്തത് BJP പോലൊരു പാർട്ടിക്ക് വലിയ രീതിയിൽ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കോൺഗ്രസിൻ്റെ ആകെ കൂടി ഒരു പ്രശ്നം എന്ന് പറയുമ്പം കൃത്യമായ രീതിയിൽ ഒരു പ്രതിപക്ഷമാകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാൻ തുടങ്ങിയത് എല്ലാവരും രാഹുൽ ഗാന്ധിയുടെ പുറകിലാണ്. രാഹുൽ ഗാന്ധി നെഹ്റു ഫാമിലിയിൽ ജനിച്ചത് കൊണ്ട് മാത്രം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണമെന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. ഇപ്പം നരേന്ദ്രമോദിക്കെതിരെ ഒരു വലിയ ശക്തമായ രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതാണ് ഇനി കോൺഗ്രസിനെ പോലുള്ള പാർട്ടി ചെയ്യേണ്ട. അല്ലാതെ ഒരു ഫാമിലിയിൽ ജനിച്ചു എന്നുള്ള പേരിൽ ഇപ്പോഴും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണ്, രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ യുവരാജാവ് എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്തോ പുറത്തോ പ്രസംഗിച്ച പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ ആൾക്കാർക്ക് വ്യൂ കിട്ടുന്നത്, ആൾക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ധ്രുവ രാത്തേ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്, മോദിക്കെതിരെ സംസാരിക്കുന്ന. പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ്, പുള്ളിയുടെ വീഡിയോസാണ് ആൾക്കാർ പല ലാംഗ്വേജിലേക്ക്
ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിയേക്കാൾ സംസാരിക്കുന്ന, രാഹുൽ ഗാന്ധിയേക്കാൾ പെർഫോം ചെയ്യുന്ന 10-23 അല്ലെങ്കിൽ 27 വയസ്സുള്ള യൂട്യൂബർ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ത്യയിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്താണ്. രാഹുൽ ഗാന്ധിക്ക് പലപ്പോഴും പറ്റുന്നില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ തന്നെ നോക്കുക, അമേഠി എന്ന് പറയുന്ന അവരെ കുടുംബപരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണത്. ആ മണ്ഡലത്തിൽ തന്നെ അവർ തോറ്റ് തുന്നം പാടിപ്പോകുന്നു. അവിടെ ഇപ്പം ഹിന്ദി ഹൃദയഭൂമിയിൽ ആര് ജയിക്കുന്നു അവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതിപ്പം സാമാന്യ ലോജിക്കാണ്. അവിടെ ഒന്നും നിൽക്കാതെ, അവിടെ ഒന്നും പ്രചരണം നടത്താതെ രാഹുൽ ഗാന്ധി നേരെ വയനാട്ടിൽ വന്ന് നിൽക്കുകയാണ്. വയനാട്ടിൽ BJP ഉണ്ടോ? BJP ഒന്നുമില്ല വയനാട്ടിൽ. അവർ ജയിക്കുന്ന ഒരു സ്പേസ് പോലും ഇല്ല വയനാട്ടിൽ. വയനാട്ടിൽ വന്ന് എങ്ങനെയെങ്കിലും പാർലമെന്റിലേക്ക് കടന്നുകൂടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നത് പറയുന്നത്. ഇപ്പോൾ സച്ചിൻ പൈലറ്റിനെ പോലുള്ള നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. അവരെ പോലുള്ള ആൾക്കാരെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരിക, അതൊന്നും പറ്റുന്നില്ല. ഇവിടെ ഒരു വീട്ടിൽ ജനിച്ചത് കൊണ്ട് അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്ര ഒരു സ്പേസ് ഒന്നും രാഹുൽ ഗാന്ധിക്ക് പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളത്. ഇത് രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് കേരളത്തിൽ BJP വളരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിൽ BJP വളരുന്നത് ഇവിടുത്തെ LDFന്റെയും UDFന്റെയും മതപ്രകടനം കൊണ്ടാണ്. അത് വലിയൊരു ഘടകമാണ്. ഇപ്പം BJPയുടെ വലിയ തീപ്പൊരി നേതാക്കന്മാരൊന്നും കേരളത്തിലില്ല. പക്ഷേ ഒരു ലോക്സഭ ഇലക്ഷൻ വരാൻ നേരത്ത് അവരുടെ വോട്ട് എന്ന് പറയുമ്പം കഴിഞ്ഞ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ എത്ര എണ്ണം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവർ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ പല മണ്ഡലങ്ങളിലും അവരൊരു വലിയ ശക്തിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ആൾക്കാർ കണ്ണടച്ചാൽ വീഡിയോ വെക്കുകയാണ്, ഇവർ വളരത്തില്ല, ഇവിടെ 0 ആണെന്നൊക്കെ. അതിനകത്തൊന്നും ഒരു കാര്യമില്ലാത്ത അവസ്ഥ. ഇവിടെ LDFന്റെയും UDFന്റെയും മതപ്രീണനം ഒരു വലിയ ഘടകമാണ് കേരളത്തിൽ BJP വളരാൻ വേണ്ടി. അത് ഹമാസ് എന്ന് പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷനെ വെള്ളപൂശുന്നത് നമ്മൾ കണ്ടതാണ്. പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ നമ്മൾ എന്താ കണ്ടത്? നമ്മുടെ കേരളത്തിലെ തെരുവുകളിൽ ഇപ്പം ഹമാസ് എന്ന് പറഞ്ഞ ടെററിസ്റ്റ് ഓർഗനൈസേഷന് വേണ്ടി വേദി ഒരുക്കി കൊടുക്കുന്നത് നമ്മൾ കണ്ടു. എന്താണ് ഹമാസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പാകിസ്ഥാനിൽ നിന്നൊക്കെ ടെററിസ്റ്റുകൾ കാശ്മീരിൽ വന്ന് ഭീകരാക്രമണം നടത്തുന്ന പോലെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഇസ്രായേൽ വന്ന് ഭീകരാക്രമണം നടത്തുന്നു. അവിടെ ടെററിസ്റ്റുകൾ അവിടുത്തെ ആൾക്കാരെ ഹോസ്റ്റേജ് ആക്കുന്നു, സ്ത്രീകളെ കെട്ടുവലിച്ചുകൊണ്ട് പോകുന്നു, അവരെ കഴുത്തറുത്ത് കൊല്ലുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടാണ് ലൈവിൽ. അതിനെയൊക്കെ വന്നിട്ട് വെള്ളപൂശുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു വലിയ വിഭാഗത്തെ നമ്മൾ കണ്ടു. അപ്പം ഹിന്ദുക്കളും, കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഭയത്തിലായി. ഇതൊരു സത്യമാണ്. ഇസ്രായേലിലൊക്കെ മലയാളികളായിട്ടുള്ള ആൾക്കാർ മരണപ്പെട്ടു. അപ്പം അവർക്ക് കേരളത്തിൽ കിട്ടിയ ട്രീറ്റ് എന്താണ്? നമ്മുടെ കേരളത്തിലെ ഭരണത്തിലിരിക്കുന്നവർ എങ്ങനെയാണ് അവരെ കണ്ടത്, ആ ഡെഡ് ബോഡിയെ കണ്ടതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാമാണ് കേരളത്തിൽ BJPക്ക് വോട്ടായി മാറുന്നത് എന്നുള്ളതാണ് കൃത്യമായ രീതിയിലുള്ള സത്യം. ടെററിസ്റ്റ് ഓർഗനൈസേഷനെ വെള്ളപൂശുന്ന ഒരു കലാപരിപാടിയാണ്. ചില മാധ്യമങ്ങളൊക്കെ ഇരുന്നിട്ട്, ഞാൻ മാധ്യമത്തിന്റെ പേരൊന്നും പറയുന്നില്ല, നിങ്ങളൊക്കെ ഊഹിച്ചെടുത്തോ, കേരളത്തിൽ ഇരുന്ന് ഹമാസ് എന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻ 3 പേരും കൂടെ വട്ടത്തിൽ ഇരുന്നുകൊണ്ട് വെള്ളപൂശുവാണ്. അവർക്ക് ലിപ്സ്റ്റിക്കും ക്യൂടെക്സും ഒക്കെ അടിച്ചു കൊടുക്കുന്ന ഒരു കലാപരിപാടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ തന്നെ അപ്പുറത്തോട്ട് മാറിയിരുന്നിട്ട് വർഗീയതയ്ക്കെതിരെ ക്ലാസ് എടുക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പം വർഗീയതയാണെന്നുണ്ടെങ്കിൽ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള വർഗീയതയും കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്യണം, എയിം ചെയ്യണം. അതല്ലാതെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വോട്ട് ബാങ്കിന്റെ പേരിൽ ഇവിടെ ഹമാസ് പോലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനെ വെള്ളപൂശിയ കലാപരിപാടി, അതിപ്പോൾ മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും പല സ്ഥലങ്ങളിലും പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് ഭൂരിപക്ഷമുള്ള പല സ്ഥലങ്ങളിലും പോയിട്ട് ഇവർ പ്രസംഗിക്കുകയും വെള്ളപൂശുന്നതൊക്കെ നമ്മൾ കണ്ടത്. ഇപ്പം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം നടക്കുന്നു. അവിടെ എന്താണ് ആരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തത്, ഇതുപോലെ സമ്മേളനം നടത്തുന്നത്? ഇപ്പം ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ മതം ഒരു ഘടകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഐക്യദാർഢ്യവും പ്രക്ഷോഭമൊക്കെ നടക്കുന്നത്. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി പാലസ്തീനൊപ്പവും മറ്റ് 2 കമ്മ്യൂണിറ്റികൾ ഇസ്രായേലിനൊപ്പവും മാറി നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ കേരളത്തിൽ കണ്ടത്. ഈ ഗണപതിയുമായി ബന്ധപ്പെട്ടുള്ള മിത്ത് വിവാദം, കേരളത്തിന്റെ സ്പീക്കർ മിത്ത് വിവാദവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കും. ഇപ്പം നമ്മളൊരു മതത്തെ എയിം ചെയ്യാൻ നേരത്ത്, സ്വന്തം മതത്തിൽപ്പെടുന്ന ദൈവം മിത്താണോ എന്ന് ചോദിക്കാൻ നേരത്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്പീക്കറെ നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. ഇത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ മിത്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ശാസ്ത്രബോധം വളർത്താനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എല്ലാ മതവും മിത്താണെന്ന് പറയണം. അതല്ല സ്വന്തം മതം മിത്തല്ലെന്നും മറ്റു മതങ്ങൾ മിത്താണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിൽ ധ്രുവീകരണം ഉണ്ടാവും. അതെന്തൊരു പറച്ചിലാണ്. ഇപ്പം മറ്റൊരു മതത്തിൽപ്പെടുന്ന ഒരാൾക്കാരെ മറ്റൊരു മതത്തിൽപ്പെടുന്ന ദൈവത്തെ പിടിച്ച് മിത്താണെന്ന് പറഞ്ഞിട്ട് സ്വന്തം മതം ഗ്ലോറിഫൈ ചെയ്യുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരിൽ ധ്രുവീകരണം ഉണ്ടാവും. പിന്നെ ഈ മതത്തിന്റെ പേരിൽ തന്നെ കേരളത്തിൽ U-turn അടിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അത് യൂണിഫോമിന്റെ പേരിൽ ചില ആൾക്കാർ യൂണിഫോം ഇത് സമ്മതിക്കും. ഇപ്പം ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കേരളത്തിൽ വരുമെന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് U-turn അടിക്കുന്നു, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് കേരളത്തിൽ BJPക്ക് വളമായി മാറുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഈ പ്രാവശ്യം മോദി സർക്കാർ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. കേരളത്തിൽ പോലും നമ്മൾ ഞെട്ടുന്ന രീതിയിലുള്ള വോട്ട് ബാങ്കിലേക്ക് BJP മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹമാസിനെ പോലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനെയൊക്കെ പച്ചയ്ക്ക് ഇപ്പൊ കുറെ ആൾക്കാർ പറയും ഇതൊരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അല്ലെങ്കിൽ ഇന്ത്യ അവരെ ടെററിസ്റ്റായിട്ട് ഒക്കെ കണക്കാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ ചെയ്തതിൽ എന്താണ് തെറ്റെന്നൊക്കെ ചോദിക്കുന്ന ഒരാൾക്കാരുണ്ട്.
നമ്മുടെ രാജ്യത്ത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ആൾക്കാരെ റേപ്പ് ചെയ്തിട്ട് വീട്ടിൽ കയറി ടാർഗറ്റ് ചെയ്ത് ഹോസ്റ്റേജ് ആക്കിയിട്ട് അല്ലെങ്കിൽ ആ ഫാമിലിയിൽ പെടുന്ന സ്ത്രീകളെ കുട്ടികളെ റേപ്പ് ചെയ്തിട്ടല്ല ഇവിടെ സ്വാതന്ത്ര്യം നേടുന്നത്. അപ്പം ഇതൊക്കെ ലൈവായിട്ട് കണ്ട ആൾക്കാർക്ക് ഭയം ഉണ്ടായിട്ടുണ്ട്. ആ ഭയമാണ് ഇവിടെ വോട്ടായിട്ട് മാറുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കുക. മോദി ഗവൺമെന്റിന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇത്രയാണ്. അഗ്നിവീർ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്, അല്ലെങ്കിൽ രാജ്യത്ത് ഉയർന്നു വരുന്ന മതപരമായിട്ടുള്ള വേർതിരിവ്, ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വ വർഗീയത, ഇതുപോലുള്ള കാര്യങ്ങൾ മോദി ഗവൺമെന്റ് എതിർപ്പുണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതായത് നമ്മളിപ്പോൾ കാണുന്ന നാഷണൽ ഹൈവേയുടെ പ്രോജക്റ്റ് 40-48 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന, കേരളത്തിൽ പോലും മുടങ്ങിക്കിടന്ന ഈ ബൈപ്പാസ്, അതൊക്കെ ഈ 10 വർഷത്തിനുള്ളിലാണ് റെഡിയാണ്. വളരെ സ്പീഡിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് റോഡ് കണക്ടിവിറ്റി വളരെ സ്പീഡിലാണ്. ഹോസ്പിറ്റൽ, എയിംസ് ഒക്കെ വളരെ സ്പീഡിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ISRO വളരെ വലിയ രീതിയിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്നു. രാജ്യം 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നു. രാജ്യത്തിന് പുറത്ത് ടെററിസ്റ്റുകളെ പോയി നമ്മുടെ റോ പോലുള്ള ഏജൻസികളൊക്കെ ഇല്ലാതാക്കുന്നു. രാജ്യത്ത് ഭീകരാക്രമണം കുറയുന്നു. നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി വളരെ ശക്തമാണ്. രാജ്യത്തിന് പുറത്ത് ഇപ്പം യുദ്ധങ്ങളൊക്കെ നടക്കുന്ന രാജ്യത്തു നിന്നും ഇന്ത്യക്കാരെ വളരെ കൃത്യമായി നമ്മൾ തിരിച്ചെത്തിക്കുന്നു. അപ്പം വിദേശകാര്യം എന്നുള്ള രീതിയിൽ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിദേശകാര്യം. അപ്പോൾ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന ഒരു സ്പേസ് വളരെ വലുതാണ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നോക്കാൻ നേരത്ത്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2000 രൂപ വെച്ച് വർഷത്തിൽ വരുന്നത് ഒരു 9000 രൂപ കിട്ടും. കൃത്യമായ രീതിയിൽ പേയ്മെന്റ് ആൾക്കാരുടെ കയ്യിലെത്തുന്നുണ്ട്. ടോയ്ലറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ആൾക്കാർ ഈ ടോയ്ലറ്റിനെ പറ്റി പറയുന്നത് പുച്ഛിക്കുമായിരിക്കും. ഇതിന് പുറത്തൊക്കെ റെയിൽവേ ട്രാക്കിൽ ഇരുന്ന ആൾക്കാർക്ക് ഇപ്പം വീട്ടിലിരുന്ന് കാര്യം സാധിക്കുന്ന ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സാധാരണക്കാരിലും സ്ത്രീകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് വിളിച്ചാലും എനിക്കൊരു ചുക്കുമില്ല.